ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ചിന്മയ സദ്ഗുരുവേ നമഃ. വേദിയിൽ ഉപവിഷ്ടരായ പൂജ്യ സന്യാസി ശ്രേഷ്ഠന്മാരെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പൂജ്യ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ കാശ്മീർ നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് അത്യന്തം പ്രാധാന്യമേറിയ ഒരു ധാമം, സ്ഥലമാണ്. ശ്രീ ശങ്കര ഭഗവത്പാദർ സർവജ്ഞപീഠം കയറിയ സ്ഥലമാണ് കാശ്മീർ. അവിടെ വെച്ചാണ് അത്യന്തം ദാരുണമായിട്ടുള്ള ഒരു കൊടും കൊല നടന്നത്. ഒന്നല്ല, 26 ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് അവരുടെ മതം ചോദിച്ച് കല്ലുമ ചൊല്ലാൻ അറിയാത്തവരും തിട്ടപ്പെടുത്തി ആ ഹിന്ദു സഹോദരന്മാരെ അവരുടെ ഭാര്യമാരുടെ മുമ്പിൽ, അവരുടെ മക്കളുടെ മുമ്പിൽ വെച്ച് വളരെ നികൃഷ്ടവും പൈശാചികവുമായിട്ടുള്ള രീതിയിലാണ് അവർ കൊല നടത്തിയത്. അവർ പിശാചുക്കളെന്ന് തന്നെ പറയാൻ പറ്റില്ല, കാരണം പിശാചുക്കൾ അപമാനമായിരിക്കും. പിശാചുക്കൾ ഇത്തരത്തിലുള്ള നിഷ്ഠുരകൃത്യം ചെയ്യില്ല. അപ്പം 26 പേർ, ഒരു പക്ഷേ നമ്മളുടെ ഭാഗ്യം അല്ലേ, നമ്മളാരും അതില്ലായിരുന്നു. ആലോചിച്ച് നോക്കൂ, നമ്മളും ആ വിനോദസഞ്ചാരികളിൽ പെട്ടുവീഴുന്നവരായിരുന്നെങ്കിൽ എല്ലാ ഹിന്ദുക്കളും എല്ലാവരുടെയും അവസാനം ആ ദിവസമായിരുന്നേനെ. ആലോചിച്ച് നോക്കൂ. അപ്പം ഇത് നമ്മൾ ഉണർത്തേണ്ട സമയമാണ്. ഇവിടെ ആമുഖ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ജാഗരണം, ഹിന്ദു ഐക്യം. ഈ ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരുടെ, ഭീകരവാദികളുടെ, തീവ്രവാദികളുടെ അവരുടെ അവസാനം കാണുന്നവരെ നമ്മൾ തപസ് ചെയ്യേണ്ടി വരും. ആ വിധത്തിലുള്ള തപസ് നമുക്ക്, നമ്മുടെ നിശ്ചയദാർഢ്യമുള്ള ഉറച്ച മനസ്സുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അദ്ദേഹം മുന്നോട്ട് വന്ന് വളരെ കരുതലോടുകൂടിയാണ്. നയതന്ത്രപരമായിട്ടുള്ള റെസ്ട്രെയിൻസ് പലതും ചെയ്തു കഴിഞ്ഞു. അവരെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും തിരിച്ചടികളുണ്ടാവും, സംശയമില്ല. കേന്ദ്ര ഗവൺമെന്റിനോട്, ഭാരതത്തിനോടാണ് നമ്മൾ കളിക്കുന്നത്. ഭാരതത്തെ അപേക്ഷിച്ച് പാകിസ്ഥാൻ എവിടെ? ഈ പാകിസ്ഥാനാണ് ഇവർ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഭീകരവാദികൾക്ക്, ഈ തീവ്രവാദികൾക്ക്. അവിടുത്തെ അസീം മുനീർ എന്ന സൈന്യാധിപൻ തന്നെ പറഞ്ഞ്, ഹിന്ദു വേറെ മുസ്ലിം വേറെ, ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുടെ കൂടെ പാർക്കാൻ സാധ്യമല്ല. അത്തരത്തിലുള്ള വചനങ്ങൾക്ക് അവയാണ് പ്രചോദനം നൽകിയത് ഈ നിഷ്ഠുരന്മാർക്ക്, ഈ ക്രൂരന്മാർക്ക്, ഈ ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക്. അതുകൊണ്ട് അവരുടെ ഗവൺമെൻറ് അതിനൊത്താശ നൽകുന്നു. അവിടുത്തെ മന്ത്രി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഞങ്ങളാണ് വർഷങ്ങളോളം, ദശകങ്ങളോളം തീവ്രവാദികളെ അവരെ തീറ്റിപ്പോറ്റിയത്, അവരെ പ്രോത്സാഹിപ്പിച്ചത്, അവർക്കെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് മന്ത്രി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ അവർക്കെങ്ങനെ നിഷേധിക്കാൻ പറ്റും? നോക്കൂ, ഇത് ഭാരത രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. കാരണം ഭാരതത്തെ ദുർബലമാക്കുക, നിർവീര്യമാക്കുക. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, കാശ്മീർ 370 എടുത്തു കളഞ്ഞതോടുകൂടി കാശ്മീർ പല മാറ്റങ്ങളും കേന്ദ്ര ഗവൺമെൻറ് അവിടെ നടപ്പിൽ വരുത്തി. ജനങ്ങൾ സ്വതന്ത്രരായി, ജനാധിപത്യം നിലവിൽ വന്നു, അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു, എല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം. അപ്പോൾ വിനോദസഞ്ചാരികൾ ആയിരങ്ങൾ, പതിനായിരങ്ങളാണ് അങ്ങോട്ടേക്ക് പോയത്. അവർ വിചാരിച്ചു എല്ലാം ഭംഗിയായിരിക്കുന്നു. പക്ഷെ അപ്പോഴാണ് ഭാരതത്തെ മുഴുവനുള്ള, ഹിന്ദുക്കളെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വിധത്തിലാണ് 26 പേരുടെ ജീവൻ ഒരേ സമയത്ത് അവരെടുത്തു കളയത്. അവർ അത്ര വളരെ നിഷ്കരുണമായിട്ടുള്ളൊരു പ്രവൃത്തി. അതിന് തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാവണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ യഥോചിതമായിട്ടുള്ള, അവർക്ക് സങ്കല്പിക്കാൻ പോലും വയ്യാത്ത തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാവണം. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ തപസ്. അവസാനത്തെ തീവ്രവാദിയെപ്പോലും ഇല്ലാതാക്കുന്നതിന് വരെ ഈ തപസ് തുടരണമെന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. അവിടെ ദിവംഗതരായ 26 പേർക്ക് അവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊള്ളുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ
ദുഃഖാർത്ഥരായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക്, അവരുടെ ബന്ധുമിത്രാദികൾക്ക്, അവരുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ അവരുടെ ദുഃഖത്തോടുകൂടി നമ്മളും അവരുടെ ദുഃഖം പങ്കിടുന്നു. ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും, എല്ലാ ഹിന്ദുക്കളും അവരുടെ ജാതിഭേദം, പൂജ്യ സ്വാമിജി പറഞ്ഞതുപോലെ ജാതിയല്ല നമ്മളെ ഭരിക്കേണ്ടതും നയിക്കേണ്ടതും സ്വാധീനിക്കേണ്ടതും. ഹിന്ദു ഏകീകരണം ഒരു യാഥാർത്ഥ്യമാവണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അവിടെ ജാതിയില്ല. ഹിന്ദുത്വം മാത്രമാണ് നമ്മുടെ ജാതി. അത് നമ്മൾ മനസ്സിൽ കരുതി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അനധിവിദൂര ഭാവിയിൽ ഈ ഐക്യം, ഹിന്ദു ഐക്യം ഒരു യാഥാർത്ഥ്യമാകട്ടും. അതാകട്ടെ, ഈ സംഭവം നമ്മളെ കണ്ണു തുറപ്പിക്കട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണു തുറക്കാൻ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പൂജ്യ സ്വാമിക്ക്, അതായത് എടനീർ മഠത്തിൻ്റെയും അതുപോലെ തന്നെ കൊണ്ടയൂർ മഠത്തിൻ്റെ, നിത്യാനന്ദ മഠത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരിപാടി എന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്മയ മിഷനും സ്വാമിജിമാരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാക്കുവരുന്നു, ഉറപ്പുവരുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ಹರಿ. ಪರಮಪೂಜ್ಯ ಶ್ರೀ ಶ್ರೀ ವಿವಿಕ್ತಾನಂದ ಸರಸ್ವತಿ ಸ್ವಾಮೀಜಿ ಅವರ ಪಾದಾರವಿಂದಕ್ಕೆ ಬಡಮಡುತ್ತಾ ಮುಂದೆ ವೇದಿಕೆಯಲ್ಲಿ ವಿರಾಜಮಾನರಾದಂತಹ ಪರಮಪೂಜ್ಯ ಶ್ರೀ ಶ್ರೀ ಯೋಗ